സ്പെയിനിൻ്റെ തലസ്ഥാനമായ മാദ്രിദിലെ പെസുവോലോ ദെ അലാർക്കോൺ ജില്ലയിൽ മെയ് 21 ഒരു തെളിഞ്ഞ പ്രഭാതത്തിൻ്റെ ശാന്തതയെ ഭേദിച്ച് സൈറൻ മുഴക്കി പോലീസ് വാഹനങ്ങളും ആംബുലൻസുകളും എത്തി. അവിടുത്തെ അമേരിക്കൻ സ്കൂളിന് മുന്നിൽ ആൻഡ്രി പോട്നോവ് എന്ന വിവാദ യുക്രൈനിയൻ രാഷ്ട്രീയ നേതാവ് തൻ്റെ ബെൻസ് കാറിന് പിന്നിൽ വെടിയേറ്റ് വീണ് കിടന്നിരുന്നു. തൻ്റെ കുട്ടികളെ സ്കൂളിലാക്കിയ ശേഷം മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് പോട്നോവിന് വെടിയേറ്റത്. പോട്നോവിന് നേരെ നിരവധി തവണ നിറയൊഴിക്കപ്പെട്ടിരുന്നു. തലയ്ക്ക് പിന്നിൽ മാരകമാം വിധം വെടിയേറ്റിരുന്നു. ആൻഡ്രി പോട്നോവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു വസ്തുത അയാളുടെ കൊലപാതക വാർത്തയോട് മാധ്യമങ്ങളടക്കം വലിയൊരു വിഭാഗം യുക്രൈനികൾ പ്രകടിപ്പിച്ച മനോഭാവമാണ്. ഒരു പരിധിവരെ സന്തോഷത്തോടെയാണ് അവർ പോട്നോവിൻ്റെ മരണവാർത്തയെ സ്വീകരിച്ചത്. പല യുക്രൈനിയൻ മാധ്യമങ്ങളും പോട്നോവിൻ്റെ കൊലപാതക വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അയാൾക്കെതിരായ രോഷം പ്രകടിപ്പിക്കുന്നതായി കണ്ടു. രാഷ്ട്രീയ എതിരാളികളെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു മനുഷ്യന് പെട്ടെന്ന് അയാൾക്ക് വേണ്ടത് കിട്ടിയെന്നാണ് ഒരു യുക്രൈനിയൻ റിപ്പോർട്ടർ പറഞ്ഞത്. പോട്നോവിനെ ചെകുത്താൻ്റെ വക്കീലെന്നാണ് ഉക്രൈനിഷ് പ്രാവ്ദ എന്ന വാർത്താ സൈറ്റ് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടായിരിക്കും പോട്നോവ് യുക്രൈനിൽ ഇത്രയധികം വെറുക്കപ്പെട്ടവനാകുന്നത്? അതറിയാൻ പോട്നോവ് എന്ന റഷ്യൻ അനുകൂലിയായ രാഷ്ട്രീയക്കാരൻ്റെ ചരിത്രമറിയണം. 1973 യുക്രൈനിലെ ലുഹാൻസ്കിൽ ജനിച്ച ആൻഡ്രി പോട്നോവ് മുൻ യുക്രൈൻ പ്രസിഡന്റും റഷ്യൻ അനുകൂലിയുമായ വിക്ടോർ യാനുകോവിച്ചിൻ്റെ നിയമോപദേശകൻ എന്ന നിലയിലാണ് രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്യുന്നത്. പിന്നീട് പ്രസിഡന്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവി സ്ഥാനത്ത് വരെ പോട്നോവ് എത്തി. 2014 റഷ്യ അനുകൂല സർക്കാർ നയങ്ങൾക്കെതിരായി നടന്ന യൂറോമൈദാൻ ജനകീയ പ്രക്ഷോഭകാലത്ത് പൗരസ്വാതന്ത്ര്യം വെട്ടിച്ചുരുക്കുന്ന ജനവിരുദ്ധ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചയാളാണ് പോട്നോവ്. ജനകീയ പ്രക്ഷോഭത്തിൽ യാനുകോവിച്ച് അധികാരഭ്രഷ്ടനായതോടെ പോട്നോവ് റഷ്യയിലേക്ക് ഓടിപ്പോയി. പിന്നീട് ഓസ്ട്രിയയിലേക്കും താമസം മാറി. 2019 വീണ്ടും യുക്രൈനിലേക്ക് തിരികെ എത്തിയെങ്കിലും പോട്നോവ് 2022 റഷ്യൻ അധിനിവേശ കാലത്ത് വീണ്ടും രാജ്യം വിട്ട് സ്പെയിനിൽ താമസമാക്കി. 2014 യുക്രൈനിയൻ വിപ്ലവകാലത്ത് സർക്കാർ വിരുദ്ധ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതടക്കം നിരവധി കേസുകൾ പോട്നോവിനെതിരെ ഉണ്ടായിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യൂറോപ്യൻ യൂണിയനും US-ഉം പോട്നോവിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പോട്നോവിൻ്റെ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊട്ടേഷൻ കൊലപാതകത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പേറുന്നതാണ്. ജനവികാരം ചവിട്ടിയരച്ച് യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ അധിനിവേശം 3-ാം വർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പോട്നോവിൻ്റെ മരണം ആഗ്രഹിക്കുന്നവർ നിരവധിയായിരിക്കണം.